വെള്ളത്തിൻ്റെ ഓളങ്ങൾ അതിനെ നിന്നെ ഒഴുക്കിക്കളയാതെ വേണം അതിൻ്റെ ശക്തിയെ തകർക്കാൻ ദൈവ വെള്ളത്തിനകത്തേക്ക് അവിടുത്തെ സാന്നിധ്യം അയക്കും. ചെങ്കടലിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, കാനാവിൽ ഇറങ്ങി വന്ന യേശുവിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ഇന്ന് പകലും അവിടുത്തെ മക്കളൊന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ച് അഭിഷേകത്തോടം പൊട്ടുപോയി ദൈവകൃപ ഏറ്റെടുക്കാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ നമുക്കൊന്ന് തയ്യാറാവാം. ഹല്ലേലൂയ. നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്യാം. കുരുകൾ വരുമ്പോൾ ഈ പുറത്ത് ലോകത്തിന്റെ വെളിച്ചമായവൻ ഇറങ്ങി വന്ന ഇരുളിനെ മാറ്റുകയാണ്. വേദന വരുമ്പോൾ ആ വേദനയെ ഞാൻ എടുത്തു മാറ്റാമെന്ന് പറയുന്ന ദൈവം നമ്മുടെ മധ്യയിൽ നിന്ന് ഇറങ്ങുകയാണ്. സങ്കടം വരുമ്പോൾ സങ്കടദേശത്ത് നിന്നെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം യോസഫിന്റെ കൂടെ ഇരുന്നതുപോലെ നമ്മുടെ കൂടെയുണ്ട്. പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയിൽ അകപ്പെടാതെ നമ്മളെ കാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലും അവിടുത്തെ ജനമൊന്ന് തിരിച്ചറിയട്ടെ. റോമാലേഖനം 15 വാക്യം നമ്മൾ നിരവധി തവണ പ്രസംഗം കേട്ടതാണെങ്കിലും ഇന്ന് പകലും ആ വചനത്തിലൂടെ അവിടുത്തെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. റോമർ 15:13 എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. റോമിലെ സകല വിശുദ്ധന്മാരെയും അഭിസംബോധന ചെയ്തു ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓരോ അധ്യായങ്ങളും ശ്രേഷ്ഠമാണ്. തനിക്ക് കൈത്താങ്ങൾ നൽകിയ ഓരോരുത്തരെയും അധ്യായങ്ങൾ പൗലോസ്ലീഹ വന്ദനം ചെയ്യുന്നു. അവരെ ആത്മാവിൽ ഉറപ്പിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയുടെ സ്വാധീനം ഓരോരുത്തരുടെ മേലും വെളിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, പിശാചിനെ കൽക്കീഴാക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഇതൊക്കെ ഓരോ അധ്യായങ്ങൾ മാറി മാറി നോക്കുമ്പോൾ നമ്മെ വളരെ ശക്തമായി ബലത്തോടെ നിർത്തുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുന്നു. ദൈവം അനുകൂലമാണ്, പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കാൻ പറ്റത്തില്ലെന്ന്, യേശുവിനോട് ചേരണമെന്നും അവൻ്റെ മരണ പുനരുത്ഥാനത്തെ പ്രസ്താവിക്കുന്ന സ്നാനത്തിൻ്റെ ആവശ്യകതയും ഒക്കെ ഇതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ. എന്നിട്ട് പറയുകയാണ്, എന്നാൽ പ്രത്യാശ നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, പ്രത്യാശിക്കാൻ ഇനി ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഒരു പ്രത്യാശ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് വരും, നമ്മുടെ സങ്കടം മാറും, നമ്മുടെ വേദന മാറും. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ സങ്കടത്തിൽ, ഈ വേദനയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പം മാറും, അമ്മ മാറും, സഹോദരങ്ങളും മാറും, ചർച്ചക്കാരും മാറും. പക്ഷേ എൻ്റെ ദൈവം പ്രത്യാശ നൽകുന്നു. കാരണം മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് എൻ്റെ ദൈവം ജീവിക്കുന്നെങ്കിൽ ഞാനും ജീവിക്കുമെന്നുള്ളൊരു പ്രത്യാശ. തീരെ മുടിഞ്ഞ തൻ്റെ ജനത്തോട് പറയുക, നിങ്ങൾ തീരെ മുടിഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എസ്കേൽ പ്രവചനം നമുക്കറിയാമല്ലോ. പക്ഷേ ഞാൻ തൊക്ക് വരുത്താൻ പോകുകയാണ്. മാത്രമല്ല, നിങ്ങളിലേക്ക് നാഡികൾ വരാൻ പോകുക, ഞരമ്പുകൾ വരാൻ പോകുക, ജീവനറ്റ വിഷയങ്ങൾ ജീവൻ വെപ്പിച്ച് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നുവെന്ന് നിങ്ങളിനിയും പറയരുതെന്ന് അവിടെ പറയുന്നു. അങ്ങനെങ്കിൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ കണ്ടോ, പ്രത്യാശ നൽകുകയും ഹോളി സ്പിരിറ്റിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമർത്ഥരായിത്തീരും, സമർത്ഥിയുള്ളവരായിത്തീരും. അല്പം പ്രത്യാശ മങ്ങിപ്പോകും. അല്പം പ്രത്യാശയാണെങ്കിൽ നിരാശ വരും.
അല്പം പ്രത്യാശയാണെങ്കിൽ തളർന്നു പോകും. പക്ഷേ പ്രത്യാശയിലൊരു സമർത്ഥി ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും കാണുമ്പോൾ വിളിച്ചു പറയാൻ കഴിയും, എന്നെ വിളിച്ചവൻ ആരാന്ന് എനിക്കറിയാം, എന്നെ തിരഞ്ഞെടുത്തവൻ ആരാന്നറിയാം. എന്നോട് പറഞ്ഞാൽ എൻ്റെ ദൈവം ആരാന്ന് എനിക്ക് വ്യക്തമായി അറിയാമെന്ന് വിളിച്ചു പറയാൻ പ്രത്യാശയിൽ സമർത്ഥിയുള്ള തൻ്റെ ജനത്തിനെ കഴിയത്തുള്ളെന്ന് വിളിച്ചു പറയട്ടെ. കണ്ടോ, നിങ്ങൾ പ്രത്യാശയിൽ സമർത്ഥിയുള്ളവരായി വിശ്വസിക്കുന്നതിനാലുള്ള ആ പ്രത്യാശയുടെ സമർത്ഥി വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കും, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വിശ്വസിക്കും, ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിക്കും. സാഹചര്യങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല, സാഹചര്യം വലുതായി കാണില്ല. തകർച്ചയിലും വിശ്വസിക്കാൻ കഴിയുന്നത് പ്രത്യാശയുടെ ഒരു സമർത്ഥി. ഇന്ന് പകലിലും കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ മേലും ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ സകല സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ പ്രത്യാശ അകത്ത് വന്നാൽ സമാധാനം വരും. കുഞ്ഞുങ്ങളെ ഓർത്ത്, ശരീരത്തെ ഓർത്ത്, കുടുംബജീവിതത്തെ ഓർത്ത്, സാമ്പത്തികം, രോഗം ഒക്കെ പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ, സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ ഈ പ്രത്യാശയുടെ അകത്ത് ഒരു വലിയ സമർത്ഥി ഒഴുകണം. സമർത്ഥി ഒഴുകി കഴിഞ്ഞാൽ സമാധാനം എന്ന് വരിക, വിശ്വാസം വരിക, നിറവ് വരിക, ആത്മീയ കരുത്ത് വരിക. ഇന്ന് പകൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുക. പ്രാർത്ഥനാ മുറിയിൽ വായ തുറന്നിട്ട്, കർത്താവേ, ആ ദൈവിക പ്രത്യാശ കൊണ്ട്, ആ ദൈവിക സമാധാനം കൊണ്ട്